ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ യൂട്യൂബ് ചാനൽ. അപ്പോൾ 2 ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും പോവാന്ന്. അപ്പം ബാംഗ്ലൂരിൽ നിന്നൊരു എത്രയാണ്, അപ്പൊ ബാംഗ്ലൂരിൽ നിന്നൊരു 180 കിലോമീറ്ററിൽ ഒരു ടിബറ്റിയൻ മൊനാസ്ട്രി ഉണ്ട്. ഒരു ഡോൺലിംഗ് എന്നാ പറയുന്നത് അതിന്. അവിടെ ഒരു ടിബറ്റൻ വില്ലേജ് ഉണ്ട്. അപ്പൊ അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ രാവിലെ ഒരു 6 o'clock ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി അവിടെ എത്തുമ്പോൾ ഒരു 10 o'clock എന്നാ പറയുന്നത്. ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഡോൺലിംഗ് മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റ്. നമ്മൾ ലൊക്കേഷൻ ഇട്ട് പോയ സമയത്ത് കുറച്ചുകൂടി മുന്നോട്ടാണ് കാണിച്ചത്. പക്ഷെ നമ്മൾ മെയിൻ ഗേറ്റ് കണ്ടപ്പോൾ അപ്പം തന്നെ നിർത്തിയതാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. വെൽക്കം ടു ഡോൺലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റ്, വില്ലേജ് 0 കിലോമീറ്റർ, എസ് വില്ലേജ്, കുറേ മൊണാസ്ട്രി, താണ മൊണാസ്ട്രി, കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പം അതെല്ലാം പ്രത്യേകം കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 4 കിലോമീറ്റർ, മാക്സിമം 4.85 കിലോമീറ്റർ. അതൊന്നും ഒരു ഹോസ്പിറ്റൽ. അപ്പം ഈ ഒരു വില്ലേജിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാന്ന് തോന്നുന്നു ഇവിടെ ഇവർ എഴുതിയിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ ആർച്ചൊക്കെ കണ്ടു. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുന്നതാണ്. ഓക്കെ, വാ. സിക്കിമിലെല്ലാം ഇതൊക്കെ കാണൂലേ, ഇതിങ്ങനെ കറക്കുന്നപ്പോ ഞാൻ കറക്കട്ടെ. അത്രേ വേണ്ടു. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇനി ഇത് കറക്കാം. ഞാൻ സിക്കിമിലെല്ലാം വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട്. നല്ല കാമും നല്ലൊരു വൈബായിട്ടുള്ള ഏരിയ ആണ്. ഫുള്ള് സൈലന്റ് അല്ലേ? ആരെയും കാണുന്നില്ല, ഒരാൾക്കാരും ഇല്ല. വളരെ കുറച്ച് ആൾക്കാരും കുറച്ച് വീടുകളും. ഇതൊക്കെ ഇവരെ വീടുകൾ തന്നെയാന്ന് തോന്നുന്നു. കാരണം ഇതിന്റെ അകത്തൊക്കെ ഇവരെ ഫ്ലാഗ് അല്ലേ. ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങൾ. അടുത്ത് ഇതെന്നാവോ അവിടെ അങ്ങ് ദൂരെ അവരെന്തോ ഇതാന്ന് തോന്നുന്നു അല്ലേ? ലോങ്ങില് അങ്ങല്ല, വീട് ഇത്രയേ ഉള്ളൂ അല്ലേ. വാട്ട് ഇസ് ദിസ്? ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ മാളു? ഫോട്ടോ എടുക്കുന്നില്ല, ഞാൻ വെറുതെ പോസ് ചെയ്താ. അപ്പൊ നമ്മൾ അടുത്തതുള്ളത് വി വില്ലേജിലാണ്. വെൽക്കം ടു വി വില്ലേജ്. അപ്പൊ ഇത് നമ്മൾ അടുത്ത സ്പോട്ടാണ്. നമുക്ക് അകത്ത് കയറി നോക്കാം. കമോൺ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇവർ ഈ പെയിന്റിങ്ങും ഗോൾഡനും വൈറ്റും ആയിട്ടുള്ള കളറിൽ ചെയ്തിട്ടുള്ളത്. റൈറ്റിലേക്ക് പോയാലാണേ നമ്മൾ നേരത്തെ പറഞ്ഞ വി വില്ലേജിൻ്റെ റോഡ് വരുന്നത്. അടുത്തൊരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. പുതിയൊരു ഇതിൻ്റെതായിരിക്കും. ഇതെന്ന് പറയാൻ നമുക്കറിയില്ല. സെയിം ഇത് തന്നെയായിരിക്കും അല്ലേ? വലിയ വേർഷൻ ആക്കാം. അകത്തൊന്ന് കയറി നോക്കട്ടെ. അപ്പോൾ അവിടെ ചെരുപ്പിടാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ബോർഡൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കയറുന്നതാണ്. പക്ഷെ എന്നാലും നല്ല ടൂറിസ്റ്റ് പോലെ അങ്ങനെ ക്രൗഡഡ് അല്ല അല്ലേ? അതെന്തായാലും അധികം ക്രൗഡ് ആയിട്ടുള്ള പ്ലേസ്. മേ ബി ഇത്രയും ദൂരം ആളുകൾ അറിഞ്ഞു വരുന്നത്. നമ്മളിപ്പോ അടുത്താണ് ഈ പ്ലേസിനെ കുറിച്ച് അറിഞ്ഞത്. സാധാരണ നമ്മൾ കൂർഗിലൊക്കെ അല്ലേ പോലെ. ഇപ്പോ നമ്മൾ എങ്ങനെയുണ്ട് ഈ സ്ഥലം? സൂപ്പർ, നല്ലുണ്ട്. ക്രൗഡൊന്നും ഇല്ലാത്തോണ്ട് നല്ലുണ്ട്. പിന്നെ വെയിലും തീരെ ഇല്ല. ബെസ്റ്റ് ടൈമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. മഴ പെയ്തിട്ടുണ്ടോന്ന് അറിയില്ല അല്ലേ? കാരണം മൊത്തത്തിൽ വെള്ളമൊക്കെ കാണുന്നുണ്ട് എല്ലാ സ്ഥലത്തും, നിലത്തൊക്കെ. വേറെ എന്താന്നറിയില്ല. പക്ഷെ നമ്മളവിടെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. മഹാരാജാവിന്റെ സിംഹാസനം. പിന്നെ മഹാരാജാവ് ഇത്രയും പുറത്ത് ബാക്കിലല്ലേ വന്നിരിക്കും. നോക്കറാ. പിന്നെ എന്തുകൊണ്ട് ഇത് ക്ലോസ് ചെയ്തിന്? എന്തെങ്കിലും ഉണ്ടാവും. എന്തെന്ന് നമ്മളെ ഉണ്ണിക്കുട്ടനല്ലേ അത്? ഉണ്ണിക്കുട്ടന്റെ ടീമിനെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. മോഹൻലാലിന്റെ ഉണ്ണിക്കുട്ടന്റെ ടീമിനാ. അപ്പോൾ നമ്മളിവരെ ഗേറ്റിൻ്റെ മുന്നിലെത്തി. പക്ഷെ അകത്ത് കയറാമെന്നറിയില്ല. ഇവിടെ ആണെങ്കിൽ പ്രത്യേകം ബോർഡുണ്ട്, ബിവെയർ ഓഫ് ഡോഗ്സ്. മാള് സൂക്ഷിച്ചേ. ഞാനിപ്പോൾ അമ്മേന്ന് പറഞ്ഞോടേണ്ടി വരുവാ. ഉണ്ടടാ,
അവരെ പോലത്തെ ആളുകൾ എന്താ അക്കുസാട്ട് അച്ഛാ ഉണ്ണിക്കുട്ടൻ എന്നാ നമ്മളെ ഉണ്ണിക്കുട്ടൻ ഉണ്ടല്ലേ? ഉണ്ട്. ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി. ഇവരെ ടെമ്പിളാണെന്ന് തോന്നുന്നു. സെയിം മൊനാസ്ട്രി ആടാ നമ്മൾ കൂർഗിൽ കാണുന്നില്ലേ? അതന്നെയാ കൂർഗിലെ മൊനാസ്ട്രി പോലത്തെ ഒരു മൊനാസ്ട്രി ആണിത്. നോക്കാം ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഉണ്ടോന്ന് അറിയില്ല. നോക്കട്ടെ. ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ. സ്കൂള് വിട്ടതാന്ന് തോന്നുന്നു. ക്ലാസ് വിട്ട പോലെ. കുട്ടികള് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടില്ല ഇപ്പൊ. കുഞ്ഞു കുട്ടികള്. അപ്പം സെയിം നമ്മൾ നേരത്തെ പോയ പോലെ തന്നെ അടുത്തൊരു മൊനാസ്ട്രി. ഇത് ഏത് വില്ലേജ് അറിയാം? ഇത് പിയാന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് നമ്മൾ പി വില്ലേജിലേക്ക്. കംപ്ലീറ്റ് ബുദ്ധന്റെ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അല്ലേ? പക്ഷെ കുറച്ചൊരു ഡിഫറെന്റ് സ്ട്രക്ചർ. ആ ഇതെല്ലാം എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുമായിരിക്കും അല്ലേ? എന്തെങ്കിലും മീനിങ് ഉണ്ടാവും. അമ്മ ഓടല്ലേ? റിമോ 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 എനിക്ക് പേടിയാ. അപ്പം നമ്മൾ ഇവിടെയുള്ള ഗ്രീൻ താര എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഒന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെ റിസോർട്ട് പോലത്തെ ഒന്ന് സ്റ്റേ ഒക്കെ ഉണ്ട് ഇവരുടെ. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി നിർത്തി ജസ്റ്റ് നോക്കട്ടെ ഇവിടെ എന്തൊക്കെയോ നമ്മളൊരു വീഡിയോ കണ്ടേ ഇവിടെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു. നമ്മൾ എന്തെല്ലാം ഉള്ള മെനുവിൽ അങ്ങനെ ഫസ്റ്റ് മെനുവിൽ കുറേ വെറൈറ്റീസ് ഓഫ് മോമോസ് ആണ്. ഇത് വെജ് മാത്രമല്ല കുറേ നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. നോൺ വെജ് ഒക്കെ ഉണ്ടേ. ചിക്കൻ, ബീഫ്, എഗ്ഗ്, സൂപ്പൊക്കെ ഉണ്ടല്ലോ. അടിപൊളി റെസ്റ്റോറന്റ് അല്ലേ? നല്ല വൈബിലുള്ള. ഇവിടെ ഒരു ബുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ എഴുതണം നമുക്ക് എന്തൊക്കെയാ വേണ്ടെന്ന്. അപ്പം ആള് എഴുതുന്നുണ്ട് എന്തൊക്കെയാന്നുള്ളത്. സ്റ്റീം അങ്ങനെ സാധനം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഓരോ ഊഹം വെച്ചിട്ടെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും കഴിച്ചിട്ട് പറയാം. അവർ വരണം ഈ ലിസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ വരാത്തോണ്ട് റീമോ പോകുന്നുണ്ട് കൊടുക്കാൻ. അപ്പൊ ആദ്യം തന്നെ ലാസ്റ്റ് വരേണ്ട സാധനം വന്നിട്ടുള്ള ജ്യൂസ്. നോർമൽ ടേസ്റ്റ് തന്നെയാ. അപ്പം നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എന്താ നോക്കട്ടെ. മോമോ ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നൂഡിൽസ്. പറഞ്ഞത് ചിക്കനാണ്. ചിക്കനില്ലേ? ചിക്കൻ ഉണ്ടോ നോക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ നൂഡിൽസ് നോക്കാം. എങ്ങനെയുണ്ട്? ചൂടോടെ സൂപ്പർ. മോമോയിൽ തുടങ്ങുന്നു. ഇവരെ ചട്നി നല്ല എരിവുണ്ടാവും. നൈസ്. നമ്മൾ പുറത്തു നിന്ന പോലെ തന്നെ. അച്ഛാ ഫുഡ് എങ്ങനെയുണ്ട്? നൂഡിൽസ് അപ്പോൾ ഫുഡ് അടിപൊളിയാണ്. നല്ല ഫുഡ്, റീസണബിൾ റേറ്റും ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഈ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ പേരെന്തേലും മാറുന്നത് ഗ്രീൻ ടിയർ. ഗ്രീൻ ടിയർ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയാണ്. നമ്മൾ മോമോസ്, നൂഡിൽസ്, ഫ്രൈഡ് റൈസ് ഇതൊക്കെയാണ് കഴിച്ചത്. എല്ലാം നല്ല അടിപൊളിയാണ്. വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ചിക്കനും ബീഫും എഗ്ഗും വെജും എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അപ്പം മാപ്പിൽ ഫോട്ടോഗ്രാഫി പോയിന്റ് എന്ന് കണ്ടിച്ച് നമ്മൾ വന്നതാണ്. പക്ഷെ റോഡിലേക്ക് ലൊക്കേഷൻ എൻഡായി. പക്ഷെ എനിക്കൊന്ന് സൺസെറ്റിന്റെ സമയമാകുമ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടുന്നു. അങ്ങനെ ഒരു മാപ്പിൽ കണ്ടൊരു ഫോട്ടോ കണ്ടു നല്ല അടിപൊളിയായിട്ട്. സൺസെറ്റിന്റെ മലേന്റെ അടുക്കായിട്ട് ഇതുള്ള. ഓ അങ്ങനെ. ഫോട്ടോ പോയിന്റിൽ റീമോ ആണ് കൊണ്ടുവന്നത്. ഇവിടെ ഫോട്ടോ പോയിട്ട് ഒരാള് വരെ ഇല്ല. അങ്ങനത്തെ ഫോട്ടോ എടുക്കാൻ നല്ലത്. പക്ഷെ ഫുള്ള് കൃഷിയാണല്ലേ. നോക്ക്, അങ്ങ് ദൂരെ ഒരു ബുദ്ധന്റെ സ്റ്റാച്ചു പണിയുന്നുണ്ട് അല്ലേ? അതും കൂടി പണിഞ്ഞാ വരാം.
അങ്ങനെ നമ്മൾ ഫോട്ടോഗ്രാഫി പോയിന്റിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതാണ്. ഇവിടെയുള്ള മെയിൻ സ്പോട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. കാണാൻ നല്ല രസമാണ്. ആ എൻട്രിയിൽ തന്നെ കംപ്ലീറ്റ് ഫ്ലാഗുകളൊക്കെ തൂക്കിയിട്ട് നല്ല രസമുണ്ട്. അപ്പൊ ഇതാരും മിസ്സാക്കണ്ട. അതിന്റെ സ്പോട്ട് ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ പാർക്കിങ്ങിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അത്യാവശ്യമുള്ള ഒരു പാർക്കിംഗ് ഏരിയ. നമ്മൾ ഈ കാണുന്നതല്ല, ഈ കവാടത്തിനുള്ളിൽ കൂടെ മുന്നോട്ട് പോയാലാണ് നിങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടുക. അതുപോലെ ഇവിടെ കുറച്ച് പർച്ചേസിങ്ങിന് ആവശ്യമായി ഇവരുടേതായ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട്. അവിടുന്ന് നമുക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ കഴിയും. അപ്പൊ ഇതാണ് ഇവിടെയുള്ള ഒരു ടെമ്പിള്, എന്താ പറയാ, മൊണാസ്ട്രി അങ്ങനെ പറയാ. നമ്മൾ കുറച്ച് മെയിൻ കാണേണ്ടത് ഇതാ. നമ്മൾ കുറച്ച് കറങ്ങി തിന്നിട്ടല്ലാന്ന് ഇവിടെ എത്തിയത്. ഇവിടെ വരാൻ മിസ്സാവാണ്ടിരിക്കാൻ മറ്റേ റെസ്റ്റോറന്റ് ഏതായിരുന്നു നമ്മൾ നേരത്തെ കയറിയത്? ഗ്രീൻ ടാര. ആ റെസ്റ്റോറന്റ് കഴിയുമ്പോൾ തന്നെ ഒരു കയറ്റം ഉണ്ടാവും ലെഫ്റ്റ് സൈഡിലേക്ക്. അത് കയറിപ്പോയാൽ നമ്മൾ കറക്റ്റ് ഈ സ്ഥലത്തേക്കാണ് എത്തുക. ഓക്കെ, അപ്പോൾ ഈ സ്പോട്ട് മിസ്സാക്കണ്ടായിരുന്നു. ടെമ്പിൾ ആയിട്ടുണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കുക ടെമ്പിൾ മൊണാസ്ട്രി അല്ലേ? ഇതിന്റെ അകത്തൊക്കെ കയറാൻ കഴിയൂ. ഇതിന്റെ അകത്ത് വീഡിയോസ് എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല അല്ലേ മാളു? എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ആലോചിച്ചൊന്നും അറിയില്ല, നോക്കാം. എഴുതിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ, വീഡിയോസൊക്കെ. വേറെ ആരുമില്ല. കുറച്ച് 3-4 ചെറിയ കുട്ടികളേ ഉള്ളൂ. അവരൊന്നും പറയുന്നൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവരിവിടെ മുട്ടുന്ന ഈ സാധനമൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മുട്ട ഇത് വുഡാണ്. ഇത് മറ്റേ തോല്. അതിൻ്റെ സ്റ്റിക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നല്ല നീളമുള്ള സ്റ്റിക്ക്. ഇപ്പുറത്ത് കാണിച്ചു കൊടുക്ക്, ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്ക്. നല്ല നീളമുള്ള സ്റ്റിക്കാണ്. നല്ല നീളമുള്ള സ്റ്റിക്കിന് താഴെ വരെ ഉണ്ടത്. അപ്പൊ ഇതെല്ലാം പ്രേയറിനിരിക്കുന്നതാന്ന് തോന്നുന്നു. നല്ല ഉണ്ടല്ലോ മാളു. നമ്മൾ മറ്റേ കൂർഗ് കാണുന്ന പോലെ തന്നെ അല്ലേ ശരിക്കും? ഏകദേശം അതുപോലെ തന്നെ അല്ലേ? പക്ഷെ ഇവിടെ കൂർഗിൽ ഫോട്ടോ അലൗഡ് ആയിരുന്നോ? ആന്ന് തോന്നുന്നല്ലേ? അലൗഡ് ആണ്. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഇനി തിരിച്ചങ്ങോട്ട് പോകുന്നതാണ്. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതായിരിക്കും. കണ്ടില്ലേ ഇവിടുത്തെ മെയിൻ സാധനം ഇത്. ആദ്യം നമ്മൾ ലാസ്റ്റാ കാണുന്നത്. അങ്ങനെ ടെമ്പിള് കണ്ട് ഇവിടെ ചെറിയ ടെമ്പിൾസ് കണ്ട്. ഒരെണ്ണൊന്നുമല്ല അല്ലേ, ആ വില്ലേജ് മൊത്തം കവർ ചെയ്യാം നമുക്ക് 1 ഡേ കൊണ്ട്. അതെ, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാപ്പ് ഓപ്പൺ ചെയ്യുക. മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ വെക്കും. ഒന്ന് ലൊക്കേഷനൊന്നും ഉണ്ടാവും. അപ്പം തന്നെ കുറേ ഡോട്ടഡായിട്ട് കുറേ പ്ലേസുകൾ ഉണ്ടാവും. N വില്ലേജ്, K വില്ലേജ്, D വില്ലേജ് എന്നൊക്കെ. ആ ഓരോ പോയിന്റും ടച്ച് ചെയ്യുക. അന്നേരം അതിലേക്കുള്ള റൂട്ട് കിട്ടും. അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ കണ്ടു കറങ്ങുക. അതായത് നമ്മൾ ഒരു പോയിന്റ് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ അങ്ങനെ എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. മാപ്പ് തന്നെ നമുക്ക് കാണാം. എൻട്രീന്റെ അകത്തോട്ട് വരുമ്പോൾ ബാക്കി എല്ലാ സ്ഥലവും അങ്ങനെ തന്നെ കാണാം. കുറേ ഒരേ റൂട്ട് തന്നെയാണ്. അതല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. മാപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാം. കുറേ ഡോട്ട് ഇട്ടിട്ട് ഓരോ മൊണാസ്ട്രിയും വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ. കൊറേ റെസ്റ്റോറൻറ്റ്സും കൊറേ വില്ലേജ് ഉണ്ട്. FUGV കുറേ ഉണ്ട് കേട്ടാ. എന്താ കുറെ എല്ലാത്തിന്റെ അകത്ത് ചെറിയ ഇവരേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബാംഗ്ലൂരിന് 1 ഡേ ട്രിപ്പിന് ഒരു അടിപൊളി സ്ഥലം. നമുക്ക് കുറേ സ്ഥലം കവർ ചെയ്യാം. നമ്മൾ രാവിലെ 6 മണിക്ക് ഇറങ്ങിയാണ്. സ്ഥലം എല്ലാം കറങ്ങി ഏകദേശം നമ്മൾ 2 മണിയായല്ലേ. ഇനി ഇവരെ എന്തൊക്കെയോ ഷോപ്പുകളുണ്ട്, ഒന്ന് കയറി നോക്കട്ടെ. ശരിക്കും പറയാൻ ഇതാ മെയിൻ സ്പോട്ട് എന്ന് തോന്നുന്നു അല്ലേ? മൊനാസ്ട്രീന്റെ അകത്ത് ഇതിന്റെ അകത്ത് മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ. കൊറേ കാറും ഇതെല്ലാം. ഒരു ഫ്ലാഗ് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കംപ്ലീറ്റ് ഫ്ലാഗ് ഇല്ലാത്തൊരു ഏരിയ പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. നോക്ക് എത്രയാ ഫ്ലാഗ് എന്തോ അമ്പലം. അവസാനം വീണ്ടും കൊടി കുത്തിയെടുക്കത്തല്ലേ. ഫ്ലാഗോട് ഫ്ലാഗ്. ഇവരെന്നാ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല അല്ലേ? കുറെ പാറയും മഴയും.
മാഗ്നറ്റ് വാങ്ങിച്ച് ഒരു ലക്ക് കൊണ്ടിരുന്ന അവര് പറഞ്ഞത് എന്തോ ഇനി പറഞ്ഞു എനിക്ക് അതിന്റെ മീനിങ് പറഞ്ഞത് ഗുഡ് ലക്ക്. കുപ്പിയായിരിക്കില്ല റീം ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് വാങ്ങാൻ. 2 എണ്ണം വേണോ? ഒന്ന് മണിയാണ്, ആ ഒന്ന് മറ്റേ ഇവരെ തിരിയുന്ന സാധനം. ഏതാ വേണ്ടത്? കാറിൽ വെക്കാനാ? കാറിലെ വീട്ടിൽ തൂക്കാം. എത്രയാന്ന് അതിന്? 150 കുഴപ്പമില്ല. മണി അല്ലെങ്കിൽ മറ്റേ ഇവരാ തിരിയുന്ന സാധനം. ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. റീമോ ഇപ്പോൾ ഫുൾ കൺഫ്യൂസ് ആണ് ഏതെടുക്കണം. കൺഫ്യൂഷൻ മാറിയാ? നാട്ടിലില്ലാത്ത കൊണ്ട് സാധനം ആയതുകൊണ്ടാണ്. കൺഫ്യൂഷൻ ഗോൾഡ് വേണോ സിൽവർ വേണോ? ഗോൾഡ് എടുക്കാറില്ല ഫിക്സ് എത്രയാന്ന് ഇതിന്? 150. കുറക്കുവാ? ഇവിടെ മാത്രം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കുറക്കാൻ ചാൻസ് ഉണ്ട്. 50 വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സാധനം വാങ്ങാൻ വരുന്നെങ്കിൽ ആദ്യം ഈ സ്റ്റോറിൽ ചെക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാൽ മതി. ഇവിടെ ഈ സാധനത്തിന് അവിടുന്ന് 150 റുപ്യ വാങ്ങിയത്, ഈ സ്റ്റോറിൽ ഇവിടെ 100 രൂപയുണ്ട്. അത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ താഴെയുള്ളത്, പുറകിലുള്ളത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ 1 ഡേ ട്രിപ്പ് ടു ടിബറ്റിയൻ മൊനാസ്ട്രി കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1 ഡേ കൊണ്ട് നിങ്ങൾക്ക് വന്നിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. ബാംഗ്ലൂരിന് ഏകദേശം ഒരു 4 hours ഉണ്ട് ഇവിടത്തേക്ക്. ഒരു 170-180 കിലോമീറ്റർ ഉണ്ടാവും. ഓരോരുത്തർ ലൊക്കേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഏർലി മോർണിംഗ് 6 o'clock പുറപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു 10-11 o'clock എത്തി. നമ്മൾ ശിവസമുദ്രം കൂടി കവർ ചെയ്തുകൊണ്ടാണ് സമയം. അതല്ലേ ഒരു 10 o'clock നമ്മൾ ഇവിടെ എത്തുമായിരുന്നു. പിന്നെ ഇതിന്റെ അകത്ത് നിന്ന് പിന്നെ കുറെ വില്ലേജസ് ഉണ്ട് കാണാൻ. അപ്പൊ വന്നാൽ നമുക്കൊരു 2-3 hours സ്പെൻഡ് ചെയ്യാനുണ്ടാവും. പിന്നെ ഇവിടുന്ന് ലഞ്ച് കഴിക്കുക. ഇവിടുത്തെ ടിബറ്റിയൻ ഫുഡ് ഗ്രീൻ താര റെസ്റ്റോറന്റ്. അടിപൊളി ഫുഡാണ്, അടിപൊളി ഒത്തന്റിക് ടിബറ്റിയൻ ഫുഡാണ്. കുറെ വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി. നോർമൽ ബഡ്ജറ്റേ വരുന്നുള്ളൂ, എക്സ്ട്രാ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഈ വീഡിയോയുടെ എൻഡ് ആവുന്നല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.